എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ നാലാമത്തെ ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റ് ആയ ഇമ്പോർട്ടന്റ് ആക്ട്സ് ആൻഡ് ദ റൂൾസ് ഫോർ കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആട്ടോ. അതായത് ഈ പേര് പോലെ തന്നെ ഈ യൂണിറ്റിൽ ആകെ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? അതായത് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ഒരുപാട് ആക്ടുകളും റൂൾസുകളും എല്ലാം തന്നെ എന്തായിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ആ ആക്ടുകളും റൂളുകളും നിലകൊള്ളുന്നത്? അത് യഥാർത്ഥത്തിൽ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും വേണ്ടി നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് മാത്രം വേണ്ടി പാസ്സാക്കിയ ആക്ടുകളും റൂൾസുകളും കേട്ടോ. സോ ഈ ഒരു യൂണിറ്റിൽ അത്തരത്തിലുള്ള കുറച്ച് ആക്ടുകളെയും റൂൾസുകളെയും കൂടി നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ആക്ട് ആണ് ഇത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതായത് 1972. ഓക്കെ, സോ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രാജ്യത്തിന്റെ വൈൽഡ് ആനിമൽസിനെയും ചില സ്പെഷ്യൽ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ചില ബേർഡ്സിനെയും ഇവരുടെയൊക്കെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ആക്ട് ആണ് ഏത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് എപ്പോഴാണ് അമെൻഡ് ചെയ്തത്? 2006 ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വർഷത്തിലാണ് ഈ ആക്ട് അമെൻഡ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഇതിനു മുൻപ് നമ്മൾ പഠിച്ചതാണ് വൈൽഡ് ലൈഫ് ആക്ടിനെ കുറിച്ച്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് പഠിച്ചാണ്. പക്ഷെ ഈ ഒരു യൂണിറ്റിൽ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, സോ നമുക്ക് ഇനി നോക്കാൻ പോകുന്ന ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ പറയുന്നു, രാജ്യത്തിന്റെ വൈൽഡ് ആനിമൽസിനെയും അതേപോലെ തന്നെ ബേർഡ്സിനെയും അതുകൂടാതെ ചില പ്രത്യേക പ്ലാന്റ് സ്പീഷീസിനെയും പ്രത്യേകിച്ച് എൻഡേഞ്ചേർഡ് ഉള്ള സ്പീഷീസിനെ എല്ലാത്തിലും തന്നെ അവരുടെയൊക്കെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്ന ഒരു ആക്ട് ആണ് ഏത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കാം, അതേപോലെ തന്നെ ഈ ആക്ട് എന്തിന്റെ ഫോർമേഷന് കാരണമാകുന്നുണ്ട്? വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡുകൾക്കും അതേപോലെ തന്നെ അവരുടെ പവർഫുൾ ആയിട്ടുള്ള പവറിനും ഡ്യൂട്ടിനും എല്ലാത്തിന്റെയും ഫോർമേഷന് ഈ ഒരു ആക്ട് കാരണമായി എന്നാ പറയുന്നത്. മാത്രമല്ല ഈ ആക്ട് എന്ത് ചെയ്തു, പ്രൊഹിബിറ്റഡ്, ഈ ആക്ടിനെ അടിസ്ഥാനമായി നോക്കുമ്പോൾ എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ലിസ്റ്റിലുള്ള ആനിമൽസിനെ വേട്ടയാട് തെറ്റായി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്താ നമുക്കറിയാം അല്ലെ, നിലവിൽ ഭീഷണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനിമൽസ് അല്ലെ. അത്തരത്തിലുള്ള ആനിമൽസിനെ വേട്ടയാടുക എന്നത് എന്തായിരുന്നു, സ്ട്രിക്റ്റ് ആയിട്ടും എന്തായിരുന്നു പ്രൊഹിബിറ്റ് ചെയ്ത ഒരു ആക്ട് കൂടിയാണ് ഇത്. ഓക്കെ, മാത്രമല്ല ഈ ആക്ട് എന്ത് നമുക്ക് നൽകുന്നുണ്ട്, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെയിൽ, വിൽക്കാനും ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ചില വൈൽഡ് ലൈഫ് സ്പീഷീസിനെ പ്രോസസ് ചെയ്യാനുമുള്ള ലൈസൻസും ഈ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ നോക്കാം, ഷെഡ്യൂൾഡ് അനിമൽസ് ആർ പ്രൊഹിബിറ്റഡ് ഓഫ് ബീങ് ട്രേഡഡ്. വലിയൊരു കാര്യമാണ്. അതായത് ഇവരുടെ ലിസ്റ്റിൽ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ലിസ്റ്റിലുള്ള അനിമൽസിനെ വിൽക്കുക എന്നതും എന്താക്കി മാറ്റി, അതും ഒരു പ്രൊഹിബിറ്റഡ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കുറച്ചൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. ഓക്കെ, അണ്ടറിൽ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. പ്രൊമിനന്റ് ആയിട്ടും 5 ഏരിയാസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്നത് 5 ഏരിയാസ് ആണ്. ഏതൊക്കെയാ നമുക്ക് നോക്കാലോ. ഒന്ന് സാങ്ച്വറീസ്. ഏതാണ്? സാങ്ച്വറീസ് എന്ന് പറഞ്ഞത് എന്താണ്? അതായത് ഇൻജേർഡ് ആയ ആനിമൽസിന്റെയോ അല്ലെങ്കിൽ അബ്യൂസ്, അതായത് അബ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, ഭീഷണികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന
വൈൽഡ് ലൈഫ് ആനിമൽസിനെ എല്ലാം തന്നെ സമാധാനത്തിൽ വിത്ത് പീസ് സമാധാനത്തിൽ അവരുടേതായ ഒരു എൻവയോൺമെന്റിൽ തന്നെ സമാധാനമായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ നിലനിർത്തുക, അത്തരത്തിലുള്ള ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏത് സാങ്ച്വറീസ് എന്ന് പറഞ്ഞത് അല്ലെ. സോ ഈ ഒരു സാങ്ച്വറീസിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്താണ്? Here animals are not bred for commercial exploitation. ഇവിടെ അനിമൽസിനെ ഒന്നും തന്നെ എന്ത് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി വിട്ട് കൊടുക്കുന്നില്ല. മാത്രമല്ല അതായത് ഇൻസൈഡ് ദി സാങ്ച്വറീസ് അനിമൽസിനെ കൊല്ലാനോ അല്ലെങ്കിൽ പിടിക്കാനോ, സാങ്ച്വറീസിന്റെ ഉള്ളിലുള്ള അനിമൽസിനെ കൊല്ലാനോ പിടിക്കാനോ ഉള്ള അനുവാദം ആർക്കും ഇല്ല. മനസ്സിലായില്ല? അവിടെ അതായത് പൂർണ്ണമായി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് പൂർണ്ണമായ എല്ലാ രീതിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസുകളായ ടിമ്പർ ഹാർവെസ്റ്റിംഗ്, അതേപോലെ തന്നെ കളക്ടിങ് മൈനർ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള മനുഷ്യരുടെ ആക്ടിവിറ്റീസ് ഇവിടെ പെർമിറ്റഡ് ആണ്. പക്ഷെ ഏത് കാലം വരെ, അതായത് ഈ സാങ്ച്വറീസിന്റെ ഉള്ളിലുള്ള അനിമൽസിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്നും കുഴപ്പമില്ല, പെർമിറ്റബിൾ ആണ്. പക്ഷേ ഈ ഒരു സ്പീഷീസിന് അല്ലെങ്കിൽ ഈ അനിമൽസിന് ബുദ്ധിമുട്ടായാൽ അത് തീർച്ചയായിട്ടും അത് പ്രൊഹിബിറ്റ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ സാങ്ച്വറീസിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ബയോളജിസ്റ്റുകൾക്കും അതുപോലെ തന്നെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും വന്ന് കാണാനും അതുപോലെ തന്നെ അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താനും എല്ലാം തന്നെ ഈ സാങ്ച്വറീസിൽ എന്താണ് അലൗഡ് ആണ് എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഏരിയയിലോട്ട് പോകാം. ഏതാണ്? നാഷണൽ പാർക്കുകൾ അല്ലെ. നാഷണൽ പാർക്കുകൾ എന്താണ് ഇവിടെ നാഷണൽ പാർക്കുകൾ ചെയ്യുന്നത് നോക്കാം. അതായത് നാച്ചുറൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് മുൻകൈ എടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഏത് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കാം. നാഷണൽ പാർക്ക് ഹാസ് മോർ റെസ്ട്രിക്ഷൻസ് കമ്പയർ ടു വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെ. സാങ്ച്വറികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നാഷണൽ പാർക്കുകൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? മാത്രമല്ല ഇവർക്ക് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് വെച്ചാൽ നാഷണൽ പാർക്കിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി മാത്രമല്ല എല്ലാതും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ പൂർണ്ണമായും പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ് നോക്കി വരുന്നത്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇതിന്റെ ബൗണ്ടറീസ്, അതായത് നാഷണൽ പാർക്കിന്റെ ബൗണ്ടറീസ് ഫിക്സ്ഡ് ആണ് എന്നാ പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് സാങ്ച്വറീസിൽ ബൗണ്ടറീസ് എന്തല്ല, ഫിക്സ്ഡ് അല്ല കേട്ടോ. ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തല്ല, അലൗഡ് അല്ല. നമ്മുടെ സാങ്ച്വറീസിൽ എന്താണ് അലൗഡ് ആണ്, അതായത് അനിമൽസിന് ബുദ്ധിമുട്ട് വരാത്തടത്തോളം കാലം അത് അലൗഡ് ആണ് അല്ലെ. എന്നാൽ ഇവിടെ പൂർണ്ണമായിട്ടും നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ അലൗഡ്. മനുഷ്യന്റെ ഒരു ആക്ടിവിറ്റി ഇവിടെ എന്തല്ല, അലൗഡ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത് സാങ്ച്വറീസിനെക്കാളും കൂടുതൽ നാഷണൽ പാർക്സിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതില് ഉൾപ്പെടുന്നത്, നമ്മുടെ നാഷണൽ പാർക്സിൽ ഉൾപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ വീണ്ടും ഞാൻ പറഞ്ഞിരുന്നില്ലേ 5 വൈൽഡ് ലൈഫ് ഏരിയാസ് ആണ് ഗവൺമെന്റ് നടത്തി വരുന്നത്. അതിൽ 2 എണ്ണം പറഞ്ഞു, ഇനി ബാക്കി 3 എണ്ണം കൂടെ നോക്കാം. ഏതാണ്? കൺസർവേഷൻ റിസർവ്സ്, അതേപോലെ അടുത്ത ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവ്, അവസാനത്തെ 5ാമത്തെ ടൈഗർ റിസർവ്സ്. ഈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷനും കൺസർവേഷനും വേണ്ടി ഉള്ള അതിനുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഏരിയ ആണ് ഏത് ടൈഗർ റിസർവ്സ് എന്ന് പറയാം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഏതിന്റെ അണ്ടറിൽ വരുന്നത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു എക്സാമ്പിൾസ് ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോയാലോ. എയർ ആക്ട്. ഏതാണ്? എയർ ആക്ട്. അതായത് 1981 ഇംപ്ലിമെന്റ് ചെയ്ത ആക്ട് ആണ് ഇത് എയർ ആക്ട്. പേര് പോലെ തന്നെ ഈ ആക്ട് എന്തിനുള്ളതാണ്? എയർ പൊല്യൂഷന് കാരണമാകുന്ന ഒരുപാട് സംഗതികളെ കുറയ്ക്കാൻ, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ആക്ട് ആണ് ഏത് എയർ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഇനി അടുത്ത ഒരു ആക്ട് നമുക്ക് നോക്കാം. ദി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. 1986 ദി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. ഈ ആക്ട് എന്തിനുള്ളതാണ്? അതായത് എൻവയോൺമെന്റ് പരിസ്ഥിതിയെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ സംരക്ഷിക്കാനുമുള്ള
സംരക്ഷിക്കാനും അതിന്റെയൊക്കെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആക്ട് ആണ് ഏത്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇത്രയും ആക്ടുകളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഇത് കൂടാതെ ഒരു ആക്ട് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്? ദി വാട്ടർ ആക്ട് എന്ന് പറയും. ഏതാണ്? 1974 ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. വാട്ടർ ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് ആണിത് കേട്ടോ. ഏതാണ്? വാട്ടർ പൊല്യൂഷൻ ഒരുപാട് രീതിക്ക് നമ്മുടെ ആ ജലസ്രോതസ്സുകൾ എന്ത് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുക അല്ലെ? ഡേ ബൈ ഡേ, ഇയർ ബൈ ഇയർ നമുക്ക് എന്ത് ചെയ്തുകൊണ്ട് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ തുടർന്ന് ഒരുപാട് നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ ഒരുപാട് ആരോഗ്യ